ഇതിൽ നിന്നേച്ചവരെ സമ്മതിക്കണോട്ടെ ശരിക്കും അല്ലേ? ഓ പിന്നില്ല, എന്റെ പൊന്നോ, ടാബ്ലോകളിൽ നിന്നിരുന്ന ഒരു പൂജ അല്ല മേളിലൊരു ചേട്ടൻ കമന്ന് കിടന്നത് കണ്ട. അത്തം വെളുത്ത ഓണം കറക്കുന്നല്ല പറയുന്നത്. സത്യം പറയട്ടെ, വെളുത്തുനിന്ന് മാത്രമല്ല ചുട്ട് പഴുത്ത്. രാവിലെ മഴ കണ്ടപ്പോൾ മഴ പരിപാടി കുളമാകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ കണ്ടത് കൊടും ചൂടാണ്. മഴ പെയ്യല്ലേ പെയ്യല്ലേ എന്നായിരുന്നു പ്രാർത്ഥനയെങ്കിൽ പിന്നെ ഈ വെയിലൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. 2000-ഓളം കലാകാരന്മാർ പങ്കെടുത്ത വലിയൊരു ഘോഷയാത്രയായിരുന്നു ഇത്തവണ സംഘടിപ്പിച്ചത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയും ജഗദീഷ് അടക്കമുള്ളവർ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു, എല്ലാം നല്ല ഭംഗിയൊക്കെ ഉണ്ടായി കാണാൻ. പക്ഷെ കാല് കുത്താൻ 1 ഇഞ്ച് സ്ഥലം ഉണ്ടായില്ല. എല്ലാ തവണയും പോലെ നല്ല തിരക്കായിരുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിയപ്പോഴേക്കും അവിടെ ജനസാഗരമായി. പിന്നീട് ഒരു വെപ്രാളമായിരുന്നു, കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ചൂടിലും ആളുകളുടെ ആവേശത്തിനും ആഘോഷത്തിനൊന്നും ഒരു കുറവുണ്ടായില്ല. കെട്ടിടത്തിൻ്റെ മുകളിൽ, ബസ്സിൻ്റെ മുകളിൽ, മതിലിൻ്റെ മുകളിൽ, അങ്ങനെ വലിഞ്ഞു കയറാൻ പറ്റുന്നിടത്തൊക്കെ എല്ലാവരും കയറിയിട്ടുണ്ട്. ഞങ്ങളും ആദ്യം വിചാരിച്ചാണ് ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ ആദ്യം തന്നെ കയറി നിൽക്കാമെന്ന്. പക്ഷെ ഒരേ ആംഗിളിൽ നിന്ന് മാത്രം നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ താഴെ നിൽക്കാമെന്ന് കരുതി. പല സ്ഥലത്ത് നടന്ന് നമുക്ക് വീഡിയോ എടുക്കാമെന്നുള്ളതായിരുന്നു ഐഡിയ. പക്ഷെ ആ തിരക്ക് കൂടി ആ പ്ലാൻ എല്ലാം പൊളിഞ്ഞ്. ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാനൊരു ശ്രമം നടത്തി. പക്ഷേ അതും ഫ്ലോപ്പായി. കാരണം അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഒരു അടി അനങ്ങാൻ പറ്റുന്നില്ല. അതിനും മാത്രം തിരക്ക് ആ ഭാഗത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് അനങ്ങാനേ പറ്റുന്നില്ല. പിന്നെ വിചാരിച്ചു, എന്നാൽ പിന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ. പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കും കയറാൻ പറ്റാത്തത്ര രീതിയിൽ തിരക്കാണ്. അങ്ങനെ ആ ശ്രമം പാളി ഞങ്ങൾ ഇറങ്ങി. പിന്നെ കയ്യിലൊരു സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ടും അത് അത്യാവശ്യം 7 അടിയോളം ഹൈറ്റിലേക്ക് നീളുമെന്നുള്ളതുകൊണ്ടും കാഴ്ചകളൊന്നും മിസ്സായില്ല. ഒരുപാട് കാഴ്ചകൾ അതുകൊണ്ട് എടുക്കാൻ പറ്റി. പലതരം കാവടിയും തെയ്യം, പുലികളി, നിശ്ചല ചിത്രങ്ങൾ, കളരി, നാടോടി നൃത്തം, അങ്ങനെ 60ഓളം മേലെ കലാരൂപങ്ങൾ അണിനിരന്നൊരു വർഷം കൂടിയാണിത്. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിട്ട് ഇവിടെ. ഒരുപാട് വിദേശികൾ വലിയ ആവേശത്തോടെ ഇതൊക്കെ കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ വള്ളംകളി, പുലികളി, അങ്ങനെ തിരക്കിലേക്കും ആഘോഷത്തിലേക്കും മാറും. ഓണം കളറാകാൻ പോകുന്ന തുടക്കം ദേ ഇവിടെ നിന്നാണ്. കൊച്ചി രാജാവ് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ നടത്തിയ ചടങ്ങെന്നും ചേരമാൻ പെരുമാളുടെ കാലത്ത് നമ്മുടെ തൃക്കാക്കരയിലേക്കുള്ള ചടങ്ങിന്റെ ഭാഗമായി നടന്ന യാത്രയായിരുന്നെന്നും പലവിധ ആഖ്യാനങ്ങളും വാമൊഴിയായുള്ള ഒരു ആഘോഷം കൂടിയാണിത്. ചരിത്രവും ഐതിഹ്യവും ഒക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷ യാത്രയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഓണാഘോഷം തുടങ്ങുന്ന പരിപാടി അത്തം ഘോഷയാത്രയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ, മുണ്ടക്കൽ ശേഖരൻ, ആടുതോമ, അങ്ങനെ ലാലേട്ടന്റെ കഥാപാത്രങ്ങൾ ഇത്തവണയും വരവ് തെറ്റിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ചരിത്ര പുരുഷന്മാരായ അയ്യങ്കാളി, ഗുരുദേവനൊക്കെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായ പഴശ്ശിരാജ, പിന്നെ പെരുന്തച്ചൻ, ഇവരൊക്കെ ചടങ്ങിന് നന്നായിട്ട് മാറ്റുകൂട്ടിയിട്ടുണ്ട്. കാളയെ തെളിച്ചാണ് അയ്യങ്കാളി കടന്നുപോയത്. ചരിത്ര പുരുഷന്മാരുടെ ഒപ്പം ഇന്നത്തെ കാലത്തിന്റെ കോലങ്ങളും ഉണ്ടായി. നിങ്ങൾ അലിൻ ജോസ് പെരേരയെ അറിയുന്ന ആളാണെങ്കിൽ അവരുടെ ഗ്യാങ്ങിലുള്ള വിഷ്ണു കൊച്ചിക്കാരൻ അവതരിപ്പിച്ചൊരു വ്യത്യസ്ത തരം സ്പായാണ് ഈ കാണുന്നത്. ചരിത്ര പുരുഷന്മാരുടെ കൂടെ പുതിയ കാലത്തിന്റെ ഓൺലൈൻ പുരുഷന്മാരും കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കടന്നു വന്ന് നോക്കി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മാരകമായ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ വേഷങ്ങളെല്ലാം കെട്ടി ഒരു വെയിലത്ത് നിശ്ചലമായി കിടക്കുന്ന ആളുകൾ സഹിക്കുന്ന സഹനം ഞാൻ ആലോചിക്കുന്നത്. കറുത്ത ചായമൊക്കെ പൂശി അനങ്ങാതെ കിടക്കുന്നതൊക്കെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഈ ചടങ്ങ് വർണ്ണാഭമാക്കാൻ അവർ കാണിക്കുന്ന മനസ്സ് അതൊന്ന് വേറെ തന്നെയാണ്. അവരുടെ ഈ കഷ്ടപ്പാടും സമർപ്പണവുമാണ് അത്തച്ചമയ ഘോഷയാത്ര വളരെ ഭംഗിയുള്ള ഒരു പരിപാടിയാണെന്നുള്ള പേര് വരാനുള്ള കാരണവും. പുരാണ കഥകൾ, മഹാഭാരതം, രാമായണം കഥകൾ, അതിലെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പാഞ്ചാലി വസ്ത്രാക്ഷേപം കാണിച്ചത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. വായുവിൽ ഉയർന്നു നിൽക്കുന്ന കൃഷ്ണൻ പാഞ്ചാലിയുടെ വസ്ത്രം സംരക്ഷിക്കുന്ന രംഗമാണ്. അതിൻ്റെ ആർട്ടാണെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും അവരുടെ ആ നിൽപ്പും മട്ടും ഭാവം എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോഴാണ് ഭരതനാട്യം, മോഹിനിയാട്ടത്തിലൊക്കെ അഭിനയിച്ച ഒരു സിനിമ താരത്തെ കാണുന്നത്. അയാളുടെ പേര് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരുപാട് കാഴ്ചകൾ കണ്ടെങ്കിലും സമയപരിധി ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് വള്ളംകളിയും അത്താഘോഷവും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അതിന് കാരണം പുറത്ത് വലിയ ശബ്ദമായതുകൊണ്ട് ഞങ്ങൾ മൈക്കിലൂടെ പറഞ്ഞു ഒന്നും ക്ലിയർ ആയിട്ടുമില്ല, വലിയ വോളിയും ഇല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത് കുറക്കേണ്ടി വന്നു. അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഞങ്ങൾ നേരെ ബൈക്ക് എടുക്കാനാണ് പോകുന്നത്. ബൈക്ക് വെച്ചിരിക്കുന്ന തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബൊക്കെ കഴിഞ്ഞിട്ടാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് കിടക്കുമ്പോൾ ഒരു ഇടവഴിയിലാണ് വെച്ചിരിക്കുന്നത്. ഇടറോഡുകളടക്കം ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരുപാട് ദൂരെ വെക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്തത് വള്ളംകളി ട്രയൽ റണ്ണ് കാണാൻ പോയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഡീറ്റെയിൽ വീഡിയോ ഇട്ട് വരാനാണ് പ്ലാൻ. അങ്ങനെ അത്തച്ചമയ യുദ്ധം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.